റോജായ ഈ മുഖ്യമന്ത്രി ചർച്ചകൾ തുടങ്ങുന്നതിന് മുമ്പ് വരെ വലിയ നായക പരിവേഷം ഉണ്ടായിരുന്ന ആളാണ് കോൺഗ്രസിലെ ഷാഫി പറമ്പിൽ. ഒരു സ്റ്റാർ ക്യാമ്പയിനറായിട്ട് കേരളം മൊത്തം നടന്നാണ് ഷാഫി പ്രചരണം നയിച്ചത്. പക്ഷെ ഇപ്പോൾ ഈ ഒരു ചർച്ചയുടെ തുടങ്ങിയപ്പോൾ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുകയാണ് ഷാഫി എന്ന ഒരു സൂചനകൾ ലഭിച്ചതോടെ വലിയ പ്രതിഷേധം ഷാഫിക്കെതിരെ ഉയരുകയാണ്. ഇത് എങ്ങനെ പരസ്യമായ ഒരു പ്രതിഷേധത്തിലേക്ക് ഇത് പോകാനുള്ള സാധ്യതയുണ്ടോ? അല്ല, ഇത് ഈ ഷാഫി എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാവിനെ യുവ നേതാക്കളിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർ വാല്യൂ ഉള്ള ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാണ് ഷാഫി പറമ്പിൽ. അതിനകത്ത് തർക്കമേ ഇല്ല. ഷാഫിയോട് കടപിടിക്കുന്ന ഒരു യുവ നേതാവും ഇന്ന് ഒരു പാർട്ടിയിലും ഇല്ല. അപ്പോൾ ഷാഫിക്ക് ഒരു അഭൂതപൂർവമായ ഒരു സ്റ്റാർ പരിവേഷം ലഭിച്ചത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത്. കാരണം അന്ന് അവിടെ ആദ്യമായിട്ട് വലിയ തോതിൽ ഒരു ഇലക്ഷൻ്റെ ഒരു വലിയ സമ്മർദ്ദം സൃഷ്ടിക്കപ്പെട്ട സാഹചര്യത്തിലാണ് അന്ന് അവിടെ അദ്ദേഹം മത്സരിക്കുകയൊക്കെ ചെയ്തത്. പ്രത്യേകിച്ച് ഈ ശ്രീധരനെ പോലെ ലോകോത്തര നിലവാരം ടെക്നോക്രാറ്റിനെതിരായിട്ട് അവിടെ മത്സരിക്കുന്നു. അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടാണ് അവരവിടെ അവതരിപ്പിക്കുക. അങ്ങനെ ആ ഒരു സമയത്ത് വലിയ തോതിൽ ജാതീയമായി വിഭജിക്കപ്പെടുകയൊക്കെ ചെയ്യുമെന്ന് തോന്നിയ ഒരു ഘട്ടത്തിലാണ് അവിടെ നിന്ന് ഷാഫി ഏതാണ്ട് 3500-ലധികം വോട്ട് വാങ്ങിച്ച് ജയിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം വടകര തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി അവിടെ അവതരിപ്പിച്ചപ്പം ഷാഫിക്ക് കിട്ടിയ വലിയ സ്വീകരണങ്ങൾ ചെറുപ്പക്കാരുടെ ഇടയിൽ, സ്ത്രീകളുടെ ഇടയിൽ, അതുപോലെ തന്നെ അങ്ങനെ എല്ലായിടത്തും ഷാഫി ഒരു വലിയ തരംഗമായിട്ട് മാറുകയായിരുന്നു. അവിടെ CPM ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിജയമാണ് അവിടെ ഷാഫിക്ക് കിട്ടിയത്. ശൈലജയെ പോലെ കേരളത്തിലെ വലിയ ഒരു എന്താ പറയുക ഒരു സ്റ്റാർ ആയിട്ട് നിന്ന കോവിഡ് കാലത്ത് വലിയ സ്റ്റാർ പരിവേഷം കിട്ടി അതിൻ്റെ പേരിൽ അന്താരാഷ്ട്ര തലത്തിലൊക്കെ തന്നെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്ത ഒരാളെ ഇവിടെയാണ് ഷാഫി ഏറ്റുമുട്ടി. അവരെ ഏതാണ്ട് 1.25 ലക്ഷം വോട്ടിനാണ് അവിടെ പരാജയപ്പെടുത്തിയത്. അപ്പം അത് 1.5 ലക്ഷം വോട്ടിനാണ് പരാജയപ്പെടുത്തി വെച്ചു. അപ്പം അതോടുകൂടി ഷാഫിക്ക് മലബാറിലും കേരളം ഒട്ടാകെ വലിയൊരു സ്റ്റാർ വാല്യൂ കിട്ടുകയും ഒരു സൂപ്പർ സ്റ്റാർ പോലെയാണ് അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിലും പുറത്തും എല്ലാം തന്നെ. അപ്പൊ ഈ നമ്മൾ കണ്ടത് അങ്ങനെ ഒരു വീര പരിവേഷം കിട്ടിയ ഒരു യുവ നേതാവാണ് ഷാഫി. ഒരു ഭാവി മുഖ്യമന്ത്രി വരെ ആകാൻ യോഗ്യതയുള്ള തരത്തിലുള്ള എല്ലാ ക്രെഡൻഷ്യൽസും ഉണ്ട്. അത് നമ്മൾ ഇല്ലാന്ന് പറയുന്നില്ല. അങ്ങനെ വന്ന ഒരാളെയാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഷാഫിയുടെ റോളിനെ കുറിച്ച് ആൾക്കാർ സംശയം പ്രകടിപ്പിക്കുകയും VD സതീഷ് ഒരു കാലത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കുന്നതിന് വരെ VD സതീശന്റെ വലങ്കൈയായി നിന്ന ആളാണ് ഷാഫി പറമ്പിൽ. അപ്പം അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ലൈംഗിക പീഡന കേസിൽ പ്രതിയായി പുറത്താക്കപ്പെട്ടതിന് ശേഷമാണ് ഇവർ തമ്മിലുള്ള സൗഹാർദ്ദത്തിന് ഇടിവ് തട്ടുകയും ഷാഫി പതുക്കെ KC വേണുഗോപാൽ ക്യാമ്പിലേക്ക് പോയി കയറുകയുമായിരുന്നു എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ പറയുന്നത്. അതിനൊന്നും നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ല. പക്ഷേ അതോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റാർ വാല്യൂയോടുകൂടി കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കളും ആവശ്യപ്പെട്ടത് ഷാഫി വന്ന് അവരുടെ മണ്ഡലത്തിൽ പ്രചരണം നടന്നത്. നമ്മളത് കണ്ടിട്ടുള്ള 2006 തെരഞ്ഞെടുപ്പിൽ അച്യുതാനന്ദൻ 2006-ലും 2016-ലും ഒക്കെ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് പോയ ഒരു സ്ഥിതിയുണ്ട്. അതിന് ഈക്വലന്റ് ആയിട്ട് തന്നെയായിരുന്നു പോയത്. ഷാഫിയെ കൊണ്ട് എല്ലായിടത്തും കൊണ്ടുപോയി പ്രചരണം നടത്തുകയൊക്കെ ചെയ്തത്. അപ്പൊ അത് ശരിക്കും ഷാഫിക്കുള്ള ഒരു സ്വീകാര്യതയാണ്. വോട്ടർമാരുടെ ഇടയിൽ ഷാഫിക്ക് വലിയ സ്വീകാര്യതയുണ്ട്. അല്ല, അത് തന്നെ വോട്ടർമാരുടെ ഇടയിലും എല്ലാം ഉണ്ട്. പക്ഷെ പൊതുവികാരം എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് അത് പുതിയ കാലത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കഴിയാതെ പോകുന്ന ഒരു കാര്യമാണ്. എല്ലാ പാർട്ടിയിലും പൊതുവികാരം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയതിന്റെ പ്രശ്നങ്ങളാണ് നമ്മൾ കണ്ടത്. പിണറായി വിജയനെ പോലെ ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ പോലും പൊതുവികാരം എന്താണെന്നോ നാട്ടിലെന്ത് നടക്കുന്നോ എന്ന് അറിയാൻ വയ്യാതെ പോയതിന്റെ ദുരന്തമാണ് അദ്ദേഹം ഇന്ന് അനുഭവിക്കുന്നത്. അപ്പൊ ഷാഫിക്ക് സംഭവിച്ചത് അത് തന്നെയാണ്. ഷാഫി എന്തായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ആരെ മുൻനിർത്തിയാണ് നിങ്ങൾ വോട്ട് ചോദിച്ചതും ആരെ മുൻനിർത്തിയാണ് ജനങ്ങൾ വോട്ട് ചെയ്തതും ഇത് രണ്ടും മനസ്സിലാക്കാൻ ഷാഫിയെ പോലെ ഒരാൾക്ക് കഴിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ടാണ് ഷാഫി വലിയ തോതിൽ സൈബർ ഇടങ്ങളിലും പൊതുസമൂഹത്തിലും ഒക്കെ ആക്രമിക്കപ്പെടുന്നത്. ഷാഫിയാണ് KC വേണുഗോപാലിന് വേണ്ടി യുവ MLA മാരെ സ്വാധീനിക്കുന്നു എന്നൊരു തോന്നൽ
അതിനൊന്നും ആരുടെയും തെളിവൊന്നുമില്ല. സൈബർ ഇടത്തിൽ ഇതൊക്കെ പറയാൻ ആർക്കും തെളിവൊന്നും വേണ്ടല്ലോ. പക്ഷേ അതിന്റെ പേരിൽ വലിയ തോതിൽ അദ്ദേഹം ആക്രമിക്കപ്പെട്ട ഫേസ്ബുക്ക് പേജിലൊക്കെ കയറി വലിയ ആക്രമണം അദ്ദേഹത്തിന് വില്ലനായിട്ട് ചിത്രീകരിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് കാരണം ഇന്നലെ വരെ നാട്ടിലെ ജനങ്ങളുടെ ഡാർലിംഗ് ആയിരുന്ന ഒരാളിനെ ഇന്ന് വില്ലനായിട്ട് ചിത്രീകരിക്കുന്നു, നായകനെ പിന്നെ വില്ലനാക്കി മാറ്റുന്നു. അതാണ് നമ്മൾ കണ്ടത്. സോഷ്യൽ മീഡിയയുടെ ഒരു ഉൽപ്പന്നം. ഇവരെല്ലാവരും ഇത് ഉപയോഗിക്കും. സോഷ്യൽ മീഡിയ അവരുടെ ഗ്ലാമറും സോഷ്യൽ മീഡിയയിലെ അവരുടെ സ്വാധീനവും അവരവരുടെ രാഷ്ട്രീയ ഉന്നതിക്ക് വേണ്ടി ഉപയോഗിച്ചവരാണ്. സോഷ്യൽ മീഡിയയുടെ അപ്പൊ അതുകൊണ്ട് അതിനകത്ത് കിട്ടുന്ന തിരിച്ചടിയും അവർ വാങ്ങാൻ അവർ ബാധ്യസ്ഥരാണ്. അത് അവർക്ക് കിട്ടുന്നുമുണ്ട്. അപ്പൊ ഇതിനകത്തൊരു അപകടകരമായ സ്ഥിതിയുണ്ട്. ആർക്കെതിരെയും എന്തു പറയുന്ന ഒരിടമായിട്ടാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ മാറിയത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഫാക്ടറിനെക്കാട്ടിലും നെഗറ്റിവിറ്റിക്കാണ് എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത്. ഒരാളെ അധിക്ഷേപിക്കാൻ, ഒരാൾക്കെതിരെ ക്യാമ്പയിൻ നടത്താൻ, ഒരാൾക്ക് വിദ്വേഷ പ്രചരണം നടത്താൻ, അതേപോലെ തന്നെ കൊലവിളി നടത്താൻ, സഭ്യമായ ഭാഷകളുടെ എല്ലാം അതിർവരമ്പ് ലംഘിച്ചുകൊണ്ടുള്ള ഏറ്റവും മോശം ഭാഷയെ ഏറ്റവും മോശമായ രീതിയിൽ ആക്രമിക്കുകയാണ്. അതിന് സ്ത്രീ പുരുഷ ഭേദമന്യേ ഒന്നുമില്ല. അതിനകത്ത് പാർട്ടി നേതാക്കളെ എന്നുള്ളതില്ല. ഒരേ പാർട്ടിയിൽപ്പെട്ടവർ തന്നെയാണ് ഇതിന് ആക്രമണം. കോൺഗ്രസ്സുകാരാണ് ഈ ആക്രമിക്കുക, അല്ലാതെ CPM-ഉം BJP-യും ഒന്നുമല്ല. അത് അവർ ബാക്കിലുണ്ടായിരിക്കാം. പക്ഷേ ഫ്രണ്ട് എൻഡിൽ നിൽക്കുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. കോൺഗ്രസിലെ ചെറുപ്പക്കാർ തന്നെ, ഷാഫിയെ സ്നേഹിച്ചവർ തന്നെയാണ് ഷാഫിക്കെതിരെ ഈ പ്രചരണങ്ങൾ നടത്തുന്നത്. അങ്ങനെ അത് അത്രമേൽ കടന്നു പോകണമെന്നുള്ളതാണ് ഈ കോൺഗ്രസ്സുകാർ ആലോചിക്കുന്നത്. അല്ല, ഈ ലീഗ് അണികളും ഷാഫിയായിട്ട് അകലുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ലീഗ് അനുകൂലികളാണ്, അടുത്ത വടകര തെരഞ്ഞെടുപ്പിൽ ഇതിന് മറുപടി തരാം എന്നുള്ള രീതിയിലേക്ക് പോവുകയാണ്. അതന്നെ, അതാ ഞാൻ പറഞ്ഞേ, വ്യക്തിവിദ്വേഷം തീർക്കാനും അതുപോലെ തന്നെ ഞങ്ങളുടെ നിലപാടിനൊപ്പം നിങ്ങൾ നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ആക്രമിക്കും എന്നൊരു മെസ്സേജ് കൂടെയുണ്ട്. അതൊരു ശരിയായല്ല. ഈ രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും അവരവരുടെ നിലപാട് സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. അത് ഏത് നേതാവായാലും താഴെ കിടലുള്ള പ്രവർത്തകരായാലും അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. അപ്പം നിങ്ങൾ പൊതുജനത്തിനോടൊപ്പം നിൽക്കണം എന്നുള്ളത് അത് നിങ്ങളുടെ ചോയ്സാണ്. നിൽക്കുമോ നിൽക്കാതിരിക്കുമോ. അപ്പം ഞങ്ങളുടെ പൊതുവികാരത്തിനൊപ്പം നിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആക്രമണം. ഇപ്പം ഇന്നലെ പോലും കേരളത്തിലെ ഏറ്റവും സീനിയറായ കോൺഗ്രസ് നേതാക്കളുടെ ഒരാളായ ബെന്നി ബെഹനാനെ തടഞ്ഞു നിർത്തി. പക്ഷേ നമ്മളത് കണ്ടുപിടിക്കണം, ബെന്നി ബെഹനാൻ എങ്ങനെയാണ് ആ വിഷയം കൈകാര്യം ചെയ്തത്. അവരോട് വളരെ സൗമ്യമായ ഭാഷയിൽ സംസാരിക്കുന്നു, അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു. എന്നിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നത്. അവർക്ക് അതിനകത്ത് പ്രതിഷേധമോ അല്ലെങ്കിൽ ബെന്നിയെ കൈകാര്യം ചെയ്യാനോ, ബെന്നിയെ ചീത്ത ഭാഷയില്ല, രാഷ്ട്രീയത്തിന്റെ ഭാഷയില്ല. അത് ഒരു സീസൺഡ് പൊളിറ്റീഷ്യന്റെ ഒരു മാന്യതയുള്ള ഒരു രാഷ്ട്രീയക്കാരന് ചേർന്ന രീതിയിലാണ് അവരോട് പൊതുവികാരത്തോട് അദ്ദേഹം ചേർന്ന് നിന്ന് മറുപടി പറയുകയൊക്കെ ചെയ്യുക. അത് നല്ലൊരു കാര്യമാണ്. കാരണം അത് രാഷ്ട്രീയ അനുഭവജ്ഞാനം കൊണ്ട് മാത്രമാണ് അത് ആ തരത്തിൽ പെരുമാറാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ബെന്നിയോട് അവർക്ക് കുറച്ചുകൂടെ ബഹുമാനം തോന്നുന്ന രീതിയിലാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം. അല്ലെങ്കിൽ നമ്മൾ മറ്റു പല വിഷ്വലിൽ കണ്ട പോലെ വളഞ്ഞിട്ട് ആക്രമിക്കുകയോ അല്ലെങ്കിൽ ചീത്ത വിളിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവർ വളരെ ഈ കാര്യത്തിൽ അതൊരു തീരുമാനം ഉണ്ടാക്കണം. താങ്കളും VD സതീശനോടൊപ്പം നിൽക്കണം, VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ മുന്നിട്ടിറങ്ങണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിനകത്ത് തെറ്റൊന്നുമില്ല. ബെന്നി അത് നിഷേധിച്ചിട്ടുമില്ല. അപ്പൊ ആ സമീപനം മാറി. എന്നാൽ ഷാഫിക്കൊന്നും ഈ അടുത്ത ദിവസങ്ങളിലൊന്നും പൊതുസമൂഹത്തിന് ഇറങ്ങി ഒരു ക്യാമ്പയിൻ നടത്താനോ അല്ലെങ്കിൽ അതിനൊന്നും ഷാഫി മുതിർന്നിട്ടില്ല. കാരണം ഈ എതിർപ്പ് പ്രമാണിച്ച് തന്നെയാണ് അങ്ങനെ ഒരു സാഹസത്തിൽ അദ്ദേഹം മുതിരാതിരിക്കുന്നതും പൊതുസമൂഹത്തിൽ എതിർപ്പുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. കാരണം ഈ കോൺഗ്രസിന്റെ യുവ നേതാക്കന്മാരെല്ലാം വീട് കൂട്ടി അകത്തിരിക്കുകയാണ്. പലർക്കും അവരുടെ MLA ആയ തിരഞ്ഞെടുക്കപ്പെട്ട പല യുവ നേതാക്കൾക്കും നന്ദി പ്രകടനം നടത്താനോ ഒന്നും കഴിയുന്നില്ല. കാരണം ഈ പൊതുവെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഈ വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും അതേപോലെ തന്നെ എതിർപ്പുകളും ഒക്കെ തന്നെ ഇതിനൊരു ഘടകമാണ്. അതുകൊണ്ടായിരിക്കാം അവരതിന് തുനിയാത്തത്. കാരണം പലർക്കും അത്തരത്തിലുള്ള എതിർപ്പുകൾ നേരിടേണ്ടി വരും. ഇപ്പൊ സന്ദീപ് വാര്യരെ പോലെ ഈ സമീപകാലത്ത് കോൺഗ്രസിനകത്ത് വന്നു ചേർന്നെങ്കിലും പെട്ടെന്ന് സന്ദീപ് വാര്യർ യുവാക്കളുടെ ഇടയിലെ ഒരു ഹരമായി മാറിയതാണ്. ഇപ്പൊ സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിൽ ജയിച്ചു. സന്ദീപ് വാര്യർക്കും ഇതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെയും കോൺഗ്രസുകാരുടെയും ഭാഗത്തു നിന്നുള്ള ഭീഷണിയുണ്ട്. അദ്ദേഹത്തിന്റെ പൊതുപരിപാടികളൊക്കെ റദ്ദ് ചെയ്തിട്ടിരിക്കുക. അപ്പം അങ്ങനെ ഒരു ലെവലിലേക്ക് നമ്മുടെ രാഷ്ട്രീയം പോകുന്നത് ശരിയാണോ എന്ന് പോലും ആലോചിക്കേണ്ടതാണ്. ഒരു നേതാവ് അവരുടെ ഒരു രാഷ്ട്രീയ തീരുമാനം പറയുമ്പോൾ അതിനെതിരായിട്ട് നിന്ന് അവരെ കടന്നിട്ട് ആക്രമിക്കുക എന്ന് പറയുന്നത് ശരിയാണോ? കാരണം പക്ഷേ ഈ രാഷ്ട്രീയക്കാർ ഇതൊക്കെ ആസ്വദിച്ചിട്ടുള്ള അവരിതിന്റെ ഭാഗവുമായിരുന്നവരാണ്. കാരണം നമ്മൾ കണ്ടതാണ്, രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കിയ സമയത്ത് KPCC എടുത്ത തീരുമാനമായിരുന്നു പിന്നെ രാഹുലിനെ പുറത്താക്കണമെന്ന്. പക്ഷെ ആ പുറത്താക്കിയത് എന്റെ പേരിൽ ഏറ്റവും കൂടുതൽ തെറി മേടിച്ച് കെട്ടിയതാരാണ്? സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ആക്രമണത്തിന് വിധേയ ഒരാളാണ് VD സതീശൻ. ഒരു മര്യാദയില്ലാതെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും അച്ഛനെയും അമ്മയൊക്കെ തെറി വിളിക്കുന്ന രീതിയിലാണ് നമ്മൾ കണ്ടത്. അത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടായിരുന്നു. ഇതേപോലെ തന്നെയല്ല, ഇത് ഒരുപക്ഷെ കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നതാണെന്ന് വിചാരിക്കും. അതല്ല, സോഷ്യൽ മീഡിയയിലെ ഈ ഓൺലൈൻ മാധ്യമങ്ങളെ വിലക്കെടുത്ത് അവരെ കൊണ്ട് തെറി വിളിപ്പിക്കായിരുന്നു സതീശനെ മാസങ്ങളോളം.
അത് KPCC-യോ അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വമോ ഒന്നും അത് വിലക്കാൻ ശ്രമിച്ചില്ല. സതീശൻ ഒറ്റപ്പെട്ടു പോയി. അപ്പൊ ഇവിടെ അങ്ങനെയില്ല, സംഘടിതമായിട്ടാണെന്നുള്ളതേ ഉള്ളൂ, ആ വ്യത്യാസമുണ്ട്. പക്ഷെ ഷാഫി അത്തരത്തിലൊരു വില്ലനായി ചിത്രീകരിക്കപ്പെടേണ്ട ഒരാളാണോ എന്ന് കോൺഗ്രസ്സുകാർ തന്നെയാണ് ആലോചിക്കുന്നത്.